ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദമായ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് താമരശ്ശേരി തലശ്ശേരി രൂപതകളും. KCYM-ന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ചിത്രം പ്രദർശിപ്പിക്കാനാണ് സഭാ നേതൃത്വത്തിന്റെ തീരുമാനം. കോഴിക്കോട്ട് മുഹമ്മദ് ഷഹീദും ഒപ്പം കണ്ടുവരുന്ന ഫെലിക്സും ചേരുന്നുണ്ട്. ആദ്യം ഫെലിക്സ്, ഇന്നലെ ഇടുക്കി രൂപതയുടെ ഭാഗത്ത് നിന്ന് സൺഡേ സ്കൂളിലെ പ്രദർശനം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിന് പിന്നാലെ ഒരു വിവാദ പശ്ചാത്തലത്തിൽ പക്ഷേ കൂടുതൽ പ്രദർശനത്തിന് സാധ്യതയില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ സഭ ഇത് കണക്കുകൂട്ടി തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദമായ ചിത്രം അത് കൂടുതൽ ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുക വഴി സഭ ഉദ്ദേശിക്കുന്നതെന്താണ്, രൂപതകൾ ഉദ്ദേശിക്കുന്നതെന്താണ്? രതീഷ്, വിവാദമായ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയെ അഭിനന്ദിച്ചും അത് മാതൃകയാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് തലശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള യുവജന വിഭാഗം KCYM ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള ഇടവകളിലും ഇപ്പോൾ ഈ ചിത്രം പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് KCYM പോയിട്ടുള്ളത്. KCYM വ്യക്തമാക്കുന്നത് പ്രണയ വഞ്ചന തുറന്നു കാട്ടുന്ന സിനിമയാണ് ഈ പറയുന്ന കേരള സ്റ്റോറി എന്നതാണ്. എന്തിനാണ് ഇതിൽ രാഷ്ട്രീയക്കാർ ഭയപ്പെടുന്നത്? ഇടുക്കി രൂപത കാണിച്ച മാതൃക അത് തുടരാൻ തലശ്ശേരി രൂപതയും തീരുമാനിക്കുന്നു. അങ്ങനെ ഇന്നു മുതൽ ഞായറാഴ്ച വരെ തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള, തലശ്ശേരി അതിരൂപത എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും ഇടവകൾ വരും. ഈ ഇടവകളിലൊക്കെ 208 ഇടവകളുണ്ട്. 208 ഇടവകളിലും ചിത്രം പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് KCYM പോകുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വലിയ രാഷ്ട്രീയ വിഭാഗം തന്നെയാണ് ഈ കേരള സ്റ്റോറി സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. സഭയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ KCYM വ്യക്തമാക്കുന്നത് സഭയുടെ നിലപാടല്ല, ഇത് KCYM ആണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്നതാണ് KCYM തലശ്ശേരി രൂപത ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ പ്രസക്തമാകുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ടല്ലോ, ഈ സിനിമയിൽ യോജിപ്പോ വിയോജിപ്പോ ആവിഷ്കാര സ്വാതന്ത്ര്യമോ തുടങ്ങിയ വാദങ്ങളൊക്കെ പലരും ഉന്നയിക്കാം. അതിനപ്പുറത്തേക്ക്, സിനിമ എന്നതിനപ്പുറത്തേക്ക് ഈ തിരഞ്ഞെടുപ്പ് കാലത്താണ് ഈ പ്രദർശനം ഇങ്ങനെ വ്യാപകമായി നടക്കാൻ പോകുന്നത്. നേരത്തെ പരമ്പരാഗതമായി UDF-ന് പിന്തുണ നൽകിയിരുന്ന സഭയാണ് സിറോ മലബാർ സഭ എന്നതാണ് പൊതുവിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കരുതിപ്പോരുന്നത്. ആദ്യം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ദൂരദർശൻ പ്രദർശിപ്പിക്കുന്നു. അതിന് പിന്നാലെ സഭ വിവിധയിടങ്ങളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം, അതേക്കുറിച്ച് കൂടി ചോദ്യമുണ്ടാകുമല്ലോ. BJP-യെ സന്തോഷിപ്പിക്കാനുള്ളൊരു ശ്രമം സഭയുടെ ഒരു ഭാഗത്തു നിന്നുണ്ടോ? അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടിയുണ്ടോ ഈ വോട്ടെടുപ്പ് കാലത്ത് ഈ വ്യാപക പ്രദർശനത്തിൽ? രതീഷ്, നമുക്ക് വ്യക്തമാണ്. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാതി തന്നെ ഒരു വേളയിൽ പറഞ്ഞതാണ്, റബ്ബറിന് 250-300 രൂപ വില നൽകുകയാണെങ്കിൽ BJP-യെ വരെയും സപ്പോർട്ട് ചെയ്യാൻ, പിന്തുണയ്ക്കാൻ, BJP-ക്ക് വോട്ട് ചെയ്യാനും തങ്ങൾ മലയോര ജനത തയ്യാറാണെന്ന് തലശ്ശേരിയുടെ അതിരൂപത ആർച്ച് ബിഷപ്പ് തന്നെ ഒരു വേള വ്യക്തമാക്കിയതാണ്. പിന്നീട് ആ പ്രതികരണത്തിൽ നിന്നും ഒരു അണുവിട മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ല. അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾ വളരെ പ്രധാനമാണ്. ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചാൽ മാത്രമാണ് അവർക്കൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുക. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സഭ കൂടി വരുന്നത്. സഭയ്ക്ക് കീഴിലുള്ള ഒരു യുവജന പ്രസ്ഥാനം ഇങ്ങനെയൊരു വിവാദമായ സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ തീർച്ചയായും അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ചും അതൊരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വരുന്നത് എന്നതാണ് നേരത്തെ രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ പരമ്പരാഗതമായി സിറോ മലബാർ സഭയും സഭയ്ക്ക് കീഴിലുള്ള ആളുകളുമൊക്കെ തന്നെ പരമ്പരാഗതമായി കോൺഗ്രസിനെ, പ്രത്യേകിച്ച് UDF-നെ പിന്തുണച്ചവരാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലടക്കം വരുമ്പോൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലം മാത്രം പരിഗണിക്കുകയാണെങ്കിൽ പേരാവൂർ, ഇരിക്കൂർ പോലുള്ള ക്രൈസ്തവർക്ക് വലിയ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ അവർ മുഖ്യമായും ഉള്ള സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ചും അവിടെയൊക്കെ തന്നെ കോൺഗ്രസ് ആണ് നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചു വരുന്നത്. അവിടെ നിന്നൊക്കെ തന്നെ UDF സ്ഥാനാർത്ഥിക്ക് 30,000-നും 35,000-നും 37,000-നും ഒക്കെ വലിയ ഭൂരിപക്ഷമാണ് ലോക്സഭയിലേക്ക് ഈ ഇരിക്കൂർ പോലുള്ള മണ്ഡലങ്ങൾ തരുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ സ്റ്റോറി ഇപ്പോൾ പ്രദർശിപ്പിക്കുമ്പോൾ തീർച്ചയായും എന്താണ് സഭ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ BJP അനുകൂല നിലപാട് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്കും എത്തുന്നത്.